ഈ മുട്ടയുടെ നടുക്കെ കുരുമുളകൊക്കെ ഇട്ട് മടക്കി വെച്ച് തിന്നു കഴിഞ്ഞാൽ എന്ത് ടേസ്റ്റാന്ന് അറിയാം. ഇഡ്ഡലി ചമ്മന്തിയാന്ന് തോന്നണേ. ഹലോ എപ്പോ ഒന്ന് എന്താ മിണ്ടാത്ത? ഹലോ, അതാ ആകാശിന്റെ റൂം. നേരെ അകത്തോട്ട് കയറുക, കഥ അടയ്ക്കുക, കുറ്റിയിടുക. അതാണല്ലോ ശീലം. എന്തോ പറ്റിയിട്ടുണ്ടല്ലോ, ബാ വിളിക്കുന്നില്ല. എന്ത് പറ്റിയെന്ന് വെച്ചോണ്ടിരിക്കാതെ വാ തുറന്ന് കാര്യം പറ. എന്ത് പറ്റി? അവന് വലിയ ജാടയാണ്. ഇവനാ? ഈ കിഴങ്ങനല്ല, ആകാശിന്. ഇന്നലെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ അത്യാവശ്യം ശാസ്ത്രീയ സംഗീതമൊക്കെ പഠിച്ച ആളാ. ഞാനൊരു സ്വരം പാടിയപ്പോ അവൻ അത് വേണ്ടാന്ന് പറഞ്ഞു. എല്ലാരും മുന്നിൽ ഞാൻ ഇൻസൾട്ട് ചെയ്തു. അവനല്ലെങ്കിൽ ശാസ്ത്രീയ സംഗീതത്തിനോട് പണ്ടേ പുച്ഛ. എന്റെ പൊന്നിയേട്ടാ, ചേട്ടൻ ഈ ശാസ്ത്രീയ പാട്ടൊക്കെ പഠിച്ചിട്ടുള്ളതല്ലേ? ശാസ്ത്രീയ സംഗീതം എന്ത് കുന്തമാണെങ്കിലും ഇത് അവനിട്ടൊരു പണി കൊടുക്കാൻ പറ്റിയ അവസരമാണ്. എങ്ങനെ? എന്റെ പൊന്നിയേട്ടാ, ഈ ചോക്കുമല ഇരിക്കുന്ന ചേട്ടൻ ചോക്ക് തപ്പി പോകരുത്. മനസ്സിലായില്ല. മറ്റേ ഒരു സിനിമയിലെ ഈ മോഹൻലാലും കൈതപ്പുറം കൂടെ അപ്പുറം ഇപ്പുറം ഇരുന്നിട്ട് മറ്റേ ജുഗൽബന്ദിയോ നാസികോ ഒക്കെ കൂട്ടി പോയി പാട്ട് പാടത്തില്ലേ? കോമ്പറ്റീഷൻ. അവനെ തറ പറ്റിക്കണം. അതിന്റെ ഒക്കെ ആവശ്യമുണ്ടോ? ആവശ്യമുണ്ട് ഏട്ടാ, ആവശ്യമുണ്ട്. എനിക്ക് വേണ്ടി അവനെ നമുക്ക് തറ പറ്റിക്കണം. പിടിക്കണോണ്ട് എനിക്ക് കുഴപ്പമൊന്നുമില്ല. അവനെ തോപ്പിക്കാൻ പറ്റുന്നുള്ള കോൺഫിഡൻസ് ഒക്കെ എനിക്കുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു പിടിക്കാലടാ. പിന്നെ അല്ലെങ്കിൽ രവീന്ദ്ര മാജിക്ക് തന്നെ പിടിക്കാം. മണ്ട എടോ കടിഞ്ഞൂൽ പുത്ര, മാജിക്കിന്റെ കാര്യമാണ്, പാട്ടിന്റെ കാര്യമല്ല ഇത്ര നേരം പറഞ്ഞുകൊണ്ടിരുന്നത്. വ്യഞ്ജനാക്ഷരങ്ങൾ അത് പിടി. അക്ഷരമാലല്ലേ? ഇതെല്ലാം എഞ്ചു പിടിക്കത്തുള്ളതല്ലേ? ഷഫിൾ ചെയ്തിട്ടേക്കുന്നല്ലേ ഉള്ളൂ. കാച്ചരണം. പക്ഷെ ഇതിന്റെ ഇടയിൽ വരണതല്ല. എടാ, നിന്റെ ക്യാരക്ടർ മണ്ടനാണ്, പക്ഷെ ഇത്ര മണ്ടനല്ല. എന്നാ പിന്നെ താനങ്ങ് ഉണ്ടാക്ക. പൊട്ടറാ, നമുക്ക് പിടിക്കാം. മോളെപ്പോന്നു എന്തൊക്കെയുണ്ട് വാർത്തകള്? വാർത്ത കാണുന്ന TV വെച്ച് നോക്ക. എന്തൊക്കെയുണ്ട് മോളെ വിശേഷങ്ങള്? അച്ഛൻ വല്ലത് അറിയണുണ്ടാ? എന്തേ? അച്ഛന്റെ ഇളയ മോനില്ലേ ആകാശ്? അവൻ ഇന്നലെ രാത്രി ഇവിടെ ഇൻസൾട്ട് ചെയ്തെന്ന്. അച്ഛാ, ഇന്നലെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ നന്നായി ഒന്ന് പാടി. ആ സമയത്ത് എല്ലാരും മുമ്പിലും വെച്ച് അവൻ എന്നെ ഇൻസൾട്ട് ചെയ്തു. അതുകൊണ്ട് ഞങ്ങളൊരു തീരുമാനം എടുത്തിരിക്കുക. എന്ത്? ഇന്ന് ഞാൻ അവനെ പാടി തോപ്പിക്കും. ആര്? നീയാ? ആകാശനെയാ? അതെന്താ? എന്തോ ചേട്ടൻ പാടി അനിയൻ തോക്കില്ലേ? തോക്കും, ഇവൻ തോക്കും. അച്ഛനെന്താ അച്ഛൻ എന്നൊരു വിശ്വാസമില്ലാത്ത? ഒന്നില്ലെങ്കിൽ അച്ഛൻ തന്നെയല്ല എന്നെ പാട്ട് ക്ലാസ്സിൽ കൊണ്ട് ചേർത്തത്. അതിന് വല്ല ഗുണമുണ്ടായ? നീ ഒരു ക്ലാസ്സിലും പോയിട്ടില്ല, അത് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. ആണാ? എന്നാ ഞാനേ അറ്റൻഡ് ചെയ്ത ക്ലാസ്സുകളുടെ ഗുണം ഇന്ന് അച്ഛൻ അറിയും. ഞാൻ ഷഡ്ജത്തിൽ തുടങ്ങി ഋഷഭത്തിൽ പിടിക്കും. മോൾക്ക് വേറെ പണിയൊന്നുമില്ല മോളെ. ഷഡ്ജത്തിൽ തുടങ്ങി ഋഷഭത്തിൽ പിടിച്ച് ഗാന്ധാരത്തിൽ കയറി മധ്യമത്തിൽ ചെന്ന് ദൈവതത്തിൽ ഇറങ്ങി നിഷാദത്തിൽ ഇടിച്ച് നിൽക്കുവച്ച. ഇന്ന് തീരും അവൻ. ഇതൊക്കെ കഴിയുമ്പോ പാട്ടപ്പ തുടങ്ങും. അത് പറ. തന്റെ പാട്ട് പോണ റൂട്ടാണ് വഴി. റൂട്ടിന് എന്താ ബസ്സാ? ആ വഴി അങ്ങ് പോവായിരുന്നാ മതി. അവൻ വലിയൊരു പാട്ടുകാരനാണ്. അവന് ചെറിയൊരു അഹങ്കാരമുണ്ട്. ഉണ്ട്. അത് തകർക്കണമെന്നാ ഞാനും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങളൊരു കാര്യം ചെയ്യ്, അവൻ്റെ അടുത്തോട് ചെന്ന് മാക്സിമം അവനെ പേടിപ്പിക്കേ. സംഗീതത്തിന്റെ ശാസ്ത്രീയ വശങ്ങളെ കുറിച്ച് പറഞ്ഞ് അവൻ ടെൻഷൻ അടിച്ച് ചാവണം. ശാസ്ത്രീയ സംഗീതം അത്ര ഭീകരമാണോ? ചേട്ടന്റെ അല്ലേ സംഗീതം ഭീകരം, ഭയാനകം, ഭീമത്സം. ചേട്ടാ, പറഞ്ഞല്ല പേടിപ്പിക്കണ്ടേ, പാടിപ്പിച്ച് പേടിപ്പിക്കണം, പേടിപ്പിച്ച് തോറിപ്പിക്കണം. പാട്ടിന്റെ ശാസ്ത്രീയ വശങ്ങളെ കുറിച്ച് അറിയാതെ അവൻ വ്യസനിക്കും. ആ വ്യസനത്തെ ഞാൻ കയറി പിടിച്ചോളാം. അപ്പോഴത്തേക്ക് നിങ്ങൾ അവനെ സ്വരമണ്ഡപത്തിലോട്ട് എത്തിക്കും. അതെവിടെയാ? അത് ഈ പാട്ടൊക്കെ ഇരുന്ന് പാടുന്ന സ്ഥലമല്ലേ? അതാ ഇപ്പൊ ബുക്ക് ചെയ്താൽ ഇരട്ടി വിലയ്ക്ക് ബുക്ക് ചെയ്യാം. അത് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്യും. ഞാൻ അപ്പോഴത്തേനും പോയി പാട്ട് പ്രാക്ടീസ് ചെയ്യട്ടെ. ഒരുപാട് കാര്യങ്ങളുള്ളൂ. നിങ്ങൾ അപ്പോഴത്തേക്കും പോയി അവനെ തളർത്ത്. അല്ലെങ്കിൽ അവന് എനിക്കുള്ള ഐറ്റൊന്നുമില്ല. നീ അവനെ അത്രയ്ക്കങ്ങ് പുച്ഛിക്കണ്ട. 3-4 ഞാൻ ഫീസ് കൊടുത്തിട്ട് അവന് ശാസ്ത്രീയ സംഗീതം പഠിപ്പിച്ചിട്ടില്ല. അതിന് അപ്പൻ എന്ന കാര്യമുള്ള കാര്യത്തിന് കാശ് മുടക്കിയേക്കണേ. അവിടെ നിന്നുള്ള പണിയാണല്ലേ ഇത്? ആടാ, ഞാൻ തന്നെ ഇതിന്റെ സ്പോൺസർ ആരാന്നുള്ളത് നീ നോക്കേണ്ട ആവശ്യമില്ലടാ. കാര്യം ഉണ്ടോന്നുള്ളത് മാത്രം നോക്കിയാൽ മതി. എന്ത് കാര്യം? നിനക്ക് മാളവുകൾ എന്താണെന്ന് അറിയൂടാ? മാളിനൊക്കെ വളരെയൊന്നും എനിക്ക് അറിഞ്ഞൂടാ. അയ്യേ, ബേസിക് ആയിട്ടുള്ള സംഗീതത്തിന്റെ നോളേജ് പോലും ഇവനില്ല. ഇവന്റെ അടുത്താണ് ഞാൻ മത്സരിക്കാൻ പോണത്. എടാ നിനക്ക് നോട്ട് ഉണ്ടാക്കാൻ അറിയോടാ? നോട്ട് അടിച്ചാ പോലീസ് പിടിക്കൂട്ടാ. എടാ മ്യൂസിക്കിന്റെ നോട്ടടാ പൊട്ട. അതെനിക്ക് വിഷയമല്ല. പരിപാടി കഴിഞ്ഞിട്ട് കിട്ടണ നോട്ട് എനിക്ക് വിഷയം.
അല്ല നീ പാട്ട് പഠിച്ചെന്ന് പറയണ്ടല്ലോ. ഈ പാടാൻ ഞാൻ കേട്ടിട്ടില്ലല്ലോ. ആ, നീ കേട്ടിട്ടില്ല, ഇപ്പൊ കേട്ടിട്ടില്ല. ഞാൻ കേൾപ്പിച്ചു തരാ, പാടി തെളിയിക്കടാ. നീ ഒന്ന് ആദ്യം പോയി പഠിത്തളി, എന്നിട്ട് വന്ന് ചോറക്കും. അച്ഛാ, സ്വരമണ്ഡപം റെഡിയാക്കിയ? അത് ഞാൻ അവനെ പറഞ്ഞു വിട്ടിട്ടുണ്ട്. ആ എടാ, ഋഷഭയ്ക്ക് വേണ്ടി അല്ലല്ല, ഋഷഭയ്ക്ക് വേണ്ടി മാത്രമല്ല, ശാസ്ത്രീയ സംഗീത ലോകത്തെ പുച്ഛിക്കുന്നവർക്കെതിരായിട്ട് ഇന്ന് ഞാൻ പാടൂടാ. എടാ, കിണിക്കാണ്ട് ഗോതലോട്ടിറങ്ങട കാണിച്ചു തരാം എന്നെ. നീ ധൈര്യം ഇവിടുന്ന് പാടാ. അയ്യാ, അങ്ങനെ കണ്ടോടത്തും റോട്ടിലൊന്നും നിന്നമാര് പാടാൻ എന്നെ കിട്ടൂല. എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള രീതികളുണ്ടാ പൊട്ടാ. ഇവനൊന്നും ബേസിക് നോളജ് ഇല്ല കേട്ടോ. തീയോണ്ടാട്ട കളിക്കണേ. എടാ, ഞാൻ തീയലടാ, തീപ്പന്തോടാ, ആളിക്കത്തും ഞാൻ, ആളിക്കത്തും. ആ കാണാ. എന്ത് കാണാ? ആ കാണാ. ചെക്ക്. അപ്പൊ ചെക്ക്. അവൻ എന്തോ കാര്യമായിട്ട് പറയുന്നുണ്ട്. പ്രാക്ടീസ് ചെയ്യാം. ഇതാണ് പ്രാക്ടീസ് ചെയ്യുന്നത്. അവൻ എന്തോ പറഞ്ഞിട്ട് പ്രാക്ടീസ് ചെയ്യാനാ? ഇനി അവന് ശാസ്ത്രീയ സംഗീതത്തിന്റെ ABCD അറിയത്തില്ല. അവൻ ആകെ 1, 2, 3 ക്ലാസ്സിനാ പോയേക്കുന്നത്. അതാണ് അകത്ത് കയറിയിട്ടുമില്ല. അപ്പൊ നീയല്ലേ പറഞ്ഞ ചേട്ടാ ശാസ്ത്രീയ സംഗീതം പഠിച്ചിട്ടുണ്ടോ, ആടിയിട്ടുണ്ടോ, ഒളിത്തിട്ടുണ്ടോ എന്നൊക്കെ? എനിക്ക് വൈകിട്ട് 4:30 ജിമ്മ്. അതുവരെ എന്തേലും കണ്ടന്റ് ഓടണ്ടേ, അതിനങ്ങ് പറഞ്ഞതാ. മമ്മി, അയ്യോ, ഇതാരാ ഇത്? ഷോ, എന്റെ മോള് വന്നിട്ട് ഒന്നും ഉണ്ടാക്കിയില്ലോന്നേ. ഇനിയിപ്പോ വഴക്കുണ്ടാക്കാമല്ലോ. ഇപ്പോഴാണത് അമ്മ നല്ലൊരു ബിരിയാണി ഉണ്ടാക്കാം അല്ലേ? ബിരിയാണി വേണ്ട. സദ്യ മതി. ശാസ്ത്രീയ സംഗീതത്തിനൊപ്പം സദ്യയാണ് ഏറ്റവും മികച്ചത്. എന്ത് ശാസ്ത്രീയ സംഗീതത്തിനൊപ്പം സദ്യയാണ് ഏറ്റവും മികച്ചത്? ഇതെന്താ മോനെ പറയുന്നത്? അമ്മ അറിഞ്ഞില്ലേ? എന്റെ വള്ളിയേട്ടനും ഇവിടുത്തെ ആകാശില്ലേ, അവരും തമ്മിൽ ഇന്ന് പാട്ട് മത്സരം നടക്കാൻ പോകും. അന്താശരി അല്ല, ശാസ്ത്രീയ സംഗീതവും ന്യൂ ജനറേഷൻ മ്യൂസിക്കും തമ്മിലുള്ള ലയവിന്യാസം. വള്ളിയേട്ടൻ ആകാശിനെ ശാസ്ത്രീയ സംഗീതം കൊണ്ട് പാടി തോൽപ്പിക്കാൻ പോകും. എന്റെ മോൻ ആകാശിരിയോ? അതൊന്നും കാണണല്ലോ. എടേ, നല്ലൊരു സദ്യ ഉണ്ടാക്കിയോ? ഇന്നേ ഇവിടെ സംഗീത സാന്ദ്രമാൻ പോവാ. എനിക്ക് ഇപ്പൊ നല്ല നേരെയില്ല സദ്യ ഉണ്ടാക്കാൻ. എനിക്കും കൂടെ കാണണം എന്റെ മക്കളുടെ ലയവിന്യാസം. പിന്നെ ഞാൻ ഉച്ചക്ക് എന്താ വായു വിഴുങ്ങും? നീ ഒരു ദിവസം വായു വിഴുങ്ങ. നിങ്ങൾ അലമ്പാക്കണ്ട, നമുക്കിന്ന് ഫുഡ് ഓർഡർ ചെയ്യാം, ബിരിയാണി ഓർഡർ ചെയ്യാം. പറ്റില്ല, ജങ്ക് ഫുഡ് കഴിക്കില്ല, അൺഹെൽത്തി ആണോ, എന്റെ ബോഡിയെ ബാധിക്കും. അനിക്കൂട്ട, നീ ഒരു ദിവസം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യടാ. അങ്ങനെയാണ് കുഴിമന്തി മതി. അത് ശരിയാ. കുഴിമന്തി. എവിടെ സ്വരമണ്ടോ? ഇതല്ലേ അച്ഛാ സ്വരമണ്ഡപം. ഇത് നമ്മുടെ വീട്ടിൽ സോഫയല്ലേ? അതാണ് ഏറ്റവും വലിയ സ്വരമണ്ഡപം. ഞാൻ ഈ എറണാകുളത്തെ സകല മണ്ഡപങ്ങളും ഇങ്ങനെ നോക്കി, പക്ഷെ ഇത്രയും മനോഹരമായ ഒരു മണ്ഡപം ഇവിടെ ഇല്ല. അപ്പൊ നീ എന്റെ അടുത്ത് വാങ്ങിയ പൈസ? അത് പിന്നെ നടന്ന. ഇതാണ് ഇവിടുത്തെ പ്രശ്നം. അവനെ വിളി, അരവിന്ദനെ വിളി. അത് ശരിയാണല്ലോ. അരവിന്ദനോടെ പോയി. അവൻ പേടിച്ചു മുങ്ങിയുണ്ടാവും. എന്റെ അച്ഛനാടാ മുങ്ങിയത്. അച്ഛാ, അനുഗ്രഹിച്ച് അമ്മ ഒന്നറി. അരവിന്ദ, നിനക്ക് പിന്മാറാൻ ഇനിയും അവസരങ്ങളുണ്ട്. നീ ഒന്നുകൂടെ ആലോചിച്ച് നോക്കൂ. തുടങ്ങാം. ഞാൻ തുടങ്ങണം. അല്ലിയാമ്പൽ കടവിലെന്നരയ്ക്കു വെള്ളം, അന്ന് നമ്മളൊന്നായി തുഴഞ്ഞില്ലേ കൊതുമ്പു വെള്ളം. നമ്മുടെ നെഞ്ചിലാകെ അനുരാഗ കരിക്കിൻ വെള്ളം, നമ്മുടെ നെഞ്ചിലാകെ അനുരാഗ കരിക്കിൻ വെള്ളം. സരിഗമപ ഗമപ ഗമപധനി ധപമ ഗമപ ഗമഗരിസ. സരിഗമപ ഗമപ ഗമപധനി ധപമ ഗമപ ഗമഗരിസ. സാനിധ നിധപദാപമ പപ ഗമപധനി ധപമ ഗമപ ഗമഗരിസ. നീ സാ സ നീ സാ സ നി സ ഗ രി നീ സാ സ നി സ നി സ നി പ മ പ നീ സാ സ നി സാ സ നി സ ഗ രി ഗ മ രി. നന്ദഗോപാല
నేనెందు బోజాల నీవిందురార సదమల మదిరో ముదమలరగన కెదురుగ కనియర రారవేణు గోపాల రాజిద సద్గుణ జయశీల. నీ సాస నీ సాస ని సగరి నీ సాస ని సని సని పమ పగ నీ సాస ని సగరి గమరి. పల్లు మారును గరవమున నిన్ బిలచిన పలుగవు అలుకకురా కరివరదా మరి మరినా ఎరతము క్రో లరకని కరముగరారవేణు గోపాల రాజిద సద్గుణ జయశీల. నీ సాస ని సగరి నీ సాస ని సని పమ పగ నీ సాస ని సగరి గమరి. నన్ను పాలింపవయ్యా నా మీత కృపాజూడరా. గరి గరి సరి సరి సదరి గ సరి సద సరి గరి గప గప దప గపద పద సరి గరి గ సారి దాస పాద సరి గ సద ప గరి సరి. എടാ ട്രൈ യു ക്യാൻ. നിന്റെ അത് തന്നെ പാട്. നീസാസ നീസാസ കേറ്റ്. എന്ത് പറഞ്ഞാലും അവന്റെ നീസാസ. അല്ല പിന്നെ അവൻ്റെ ഒരു നീസാസ. ഇതാണ് ഇവർ 24 മണിക്കൂർ അതിനകത്ത് കിടന്ന് പാടുന്നത്. നീസാസ. എടാ അരവിന്ദ, നീ ഞെട്ടിച്ചളന്നല്ലടാ. എൻ്റെ അച്ഛ, ഞാനീ പാടിയത് അത്ര വലിയ സംഭവമൊന്നുമല്ല. ഇത് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാ. പിന്നെ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് വലിയ ഐഡിയ ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് വലിയ സംഭവമായിട്ട് തോന്നണതാ. മനസ്സിലായ? ഇവൻ്റെ പോലെ ഒന്നും പാടാനായിട്ട് ഞാൻ എത്ര ശ്രമിച്ചാലും നടക്കുമെന്ന് എനിക്ക് തോന്നണില്ല. പിന്നെ ഈ കല എന്ന് പറയുന്നത് ദൈവം അനുഗ്രഹിച്ചൊരു സംഭവമാണ്. മനസ്സിലായില്ലേ? അപ്പം നീ ഇന്നലെ ഇവളെ ഇൻസൾട്ട് ചെയ്തെന്ന് കേട്ടപ്പോൾ തന്നെ എനിക്ക് ദേഷ്യം വന്നു. ഓക്കെ, അത്രേ ഉള്ളൂ. നീ പാട്ടിൽ രക്ഷപ്പെടുമെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. നിന്റെ പോലെ ഒന്നും നമുക്ക് നടക്കണ കേസൊന്നുമില്ല. എന്നാലും നീ ഞെട്ടിച്ചടാ. അവനൊരു കൈയ്യടി കൊടുത്തല്ല. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ എന്റെ അരവിന്ദ് തന്നെ ജയിക്കൂന്ന്. എന്നാടാ എന്ത് പറഞ്ഞെന്ന്? അരവിന്ദ് ജയിക്കൂന്ന്. അമ്മ ആകാശ് ജയിക്കുന്നല്ലേ പറഞ്ഞേ? അല്ല അല്ല അമ്മണിയമ്മേ, നിങ്ങൾ അമ്മണിയമ്മയല്ല, നിങ്ങൾ ഓന്തമ്മയാണ്. ഓന്തമ്മ പോയി സദ്യ ഉണ്ടാക്കി വെച്ചേ. എന്താ നോക്കിയിരിക്കുന്ന? പോയി ചിരണ്ടിക്കോട്. തേങ്ങ